അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാവാൻ തക്കവണ്ണം നസറത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം നസ്രത്ത് എന്ന ഗ്രാമത്തിൽ ചെന്നു പാർത്തു. യേശുവിന്റെ ജീവിതം നമുക്കൊരു മാതൃകയാണ്. യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും ഉദാഹരണമായിട്ടും മാതൃകയായിട്ടും ഗുണപാഠമായിട്ടും എടുക്കാൻ കഴിയുന്നതാണ്. ഇന്നത്തെ പ്രോസ്പെരിറ്റി തിയോളജിക്കാരൊക്കെ പറയാറുണ്ട്, നീ കർത്താവിന്റെ ഭാഗത്ത് വന്നാൽ നിനക്കതോടെ നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറുകയാണ്. രോഗം മാറും, ദുഃഖം മാറും, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും, നീ വലിയ പണക്കാരനായി തീരും, നിനക്ക് വില കൂടിയ കാറുണ്ടാകും, വില കൂടിയ വീടുണ്ടാകും, നീ നിന്റെ മക്കളും ഒക്കെ ഗൾഫിലും അമേരിക്കയിലും ഒക്കെ പോകും. അങ്ങനെ എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട, അതായത് ഭൗതികമായി ഉയർന്ന ഒരു സ്ഥിതിയാണ് നിനക്കുണ്ടാകുന്നത് എന്ന്. ഒരു കാര്യം സത്യമാണ്, കർത്താവിന്റെ ഭാഗത്ത് വന്നാൽ അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കാശുണ്ടാകുക എന്നാണ് മറ്റുള്ളവർ വിചാരിച്ചിരിക്കുന്നത്. ആ വിധത്തിലുള്ള അനുഗ്രഹത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ധനവാന്റെയും ലാസറിന്റെയും കഥയിലെ ലാസർ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു. പക്ഷേ അവൻ ജീവിതകാലം മുഴുവൻ വ്രണം നിറഞ്ഞവനായിട്ട്, അഷ്ടിക്ക് വകയില്ലാത്തവനായിട്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു. പക്ഷെ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ ആ കഥയിലെ ധനവാൻ അവനൊന്നിനും മുട്ടില്ലായിരുന്നു. ആഡംബരമുണ്ടായിരുന്നു, നല്ല ഭക്ഷണമുണ്ടായിരുന്നു, എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ ലോകത്തിലുള്ളവർ നോക്കിയാൽ അവനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ, ലാസർ ശപിക്കപ്പെട്ടവനാണ്. പക്ഷേ ദൈവവചനം പറയുന്നത് അതല്ല, കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് അതല്ല. ആ കഥയിലെ അനുഗ്രഹിക്കപ്പെട്ടവൻ ഒന്നുമില്ലാത്തവനായ, വ്രണം നിറഞ്ഞവനായ, അഷ്ടിക്ക് വകയില്ലാത്തവനായ, ദരിദ്രനായ ലാസറാണ്. ആ കഥയിലെ ശപിക്കപ്പെട്ടവൻ, അനുഗ്രഹിക്കപ്പെടാത്തവൻ, ഈ ലോകത്തിലെല്ലാം ഉണ്ടായിരുന്ന ആ ധനവാനാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ദൈവഭാഗത്ത് വന്നാൽ അനുഗ്രഹിക്കപ്പെടും. പക്ഷേ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പണമുണ്ടായേ മതിയാകൂ എന്നില്ല, രോഗസൗഖ്യം ലഭിച്ചേ മതിയാകൂ എന്നില്ല, നല്ല വീടുണ്ടായേ മതിയാകൂ എന്നില്ല. പരമദരിദ്രനായി ജീവിച്ചുകൊണ്ട്, വ്രണം നിറഞ്ഞവനായി കിടന്നുകൊണ്ട്, നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ നീ കിടക്കുമ്പോഴും നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ധനവാനെ പോലെ പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച്, നല്ല ഭക്ഷണം കഴിച്ച്, ദിനം പ്രതി ആഡംബരത്തോടെ നീ സുഖിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് ശാപമായി തീരാം. അത് ശാപത്തിന്റെ ലക്ഷണമാകാം, അനുഗ്രഹത്തിന്റെ ലക്ഷണമായി തീർന്നേ മതിയാകൂ എന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ പ്രോസ്പെരിറ്റിക്കാരത് അംഗീകരിക്കയില്ല. അവർ പറയും, നീ ദൈവഭാഗത്ത് വന്നാൽ അനുഗ്രഹിക്കപ്പെടും, അതായത് പണപരമായി ഉയരും, നിന്റെ മാറാരോഗങ്ങൾ മാറും, നിനക്ക് എല്ലാവിധ ഉയർച്ചയും ഉണ്ടാകും, ഭക്ഷണത്തിന് നിനക്ക് മുട്ടുവരികയില്ല. അവരൊരു പാട്ടും അതിലുണ്ടാക്കിയിട്ടുണ്ട്, എന്റെ ഭവനത്തിൽ ആഹാരമില്ലാതെയാകയില്ല, ഞാൻ കടം വാങ്ങിക്കത്തില്ല എന്നൊക്കെ. പഴയ നിയമത്തിന്റെ ആ ശാപത്തിന്റെ പ്രമാണം എടുത്തുകൊണ്ട് അതൊക്കെ പാട്ടായി അവർ പാടുകയും ചെയ്യും. പഴയ നിയമം ശാപത്തിന്റെ പ്രമാണമാണ്, പഴയ നിയമം അടിമനുഖമാണ്, പഴയ നിയമം രക്ഷയ്ക്കുതകാത്ത പ്രമാണമാണ് എന്ന് പുതിയ നിയമം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും ദൈവവചനം പഠിക്കാത്തത് കൊണ്ട് അവർക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. പക്ഷേ നാം മനസ്സിലാക്കുക, കർത്താവിനെ പിൻപറ്റിയാൽ നാം തീർച്ചയായും അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ശാപമൊക്കെയും പൊട്ടും. പക്ഷേ ശാപം പൊട്ടുക എന്ന് പറഞ്ഞാൽ രോഗം മാറുക, പട്ടിണി മാറുക എന്നർത്ഥമില്ല. അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഭൗതിക അനുഗ്രഹങ്ങൾ കിട്ടുക എന്നർത്ഥമില്ല. ഭൗതിക അനുഗ്രഹങ്ങൾ കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, അത്തരത്തിലുള്ള ശാപം മാറലല്ല നമുക്ക് വേണ്ടത്. ദൈവവചന പ്രകാരമുള്ള ശാപം മാറലാണ്. എന്നാൽ രോഗം വരുന്നത്, ബുദ്ധിമുട്ടുകൾ വരുന്നത്, പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നത് ശാപത്തിന്റെ ലക്ഷണമാണ് എന്നാണ് പ്രോസ്പെരിറ്റി തിയോളജിക്കാരുടെ വാദം. ആ വാദം ശരിയല്ല എന്നാണ് ഞാൻ ഈ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവർ സാധാരണ പറയാറുണ്ട്, അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹം ക്രിസ്തുവിലൂടെ ജാതികൾക്ക് ലഭിക്കും, അതുകൊണ്ട് നമ്മൾക്കൊക്കെയും അബ്രഹാമിന് കൊടുത്ത സകല അനുഗ്രഹങ്ങളും ദൈവം തരും എന്ന് പറഞ്ഞാൽ പണപരമായി നാം ഉയരുമെന്നാണ്. ദൈവമക്കളെ, നമുക്ക് മുമ്പായിട്ട് തന്നെ 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ ക്രിസ്തുവിലൂടെ ഈ അനുഗ്രഹം പ്രാപിച്ചവരാണ്. പക്ഷേ പുതിയ നിയമം മുഴുവൻ പരിശോധിക്കുക, മത്തായിയോ, മർക്കോസോ, ലൂക്കോസോ, യോഹന്നാനോ, പത്രോസോ, പൗലോസോ, യാക്കോബോ, ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റി എന്നുള്ള ഒറ്റ കാരണത്താൽ പണക്കാരായി മാറിയതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? പുതിയ നിയമത്തിൽ പലവിധ അനുഗ്രഹങ്ങളെ കുറിച്ച്, കൃപകളെ കുറിച്ച്, കൃപാവരങ്ങളെ കുറിച്ച് ഒക്കെ പറയുന്നുണ്ട് എങ്കിലും, ഇതൊക്കെ അനുഗ്രഹങ്ങളായി പറയുന്നുണ്ട് എങ്കിലും
കർത്താവിനെ പിൻപറ്റിയതിന്റെ പേരിൽ പണക്കാരായി മാറിയ ഒരൊറ്റ സംഭവം പോലും പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല, കാണുവാൻ കഴിയുന്നതല്ല എന്ന വസ്തുത നാം അറിയാതെ പോകരുത്. പ്രോസ്പെരിറ്റി തിയോളജിക്കാർ മണ്ടത്തരങ്ങൾ പറഞ്ഞ് നിങ്ങളെ വശീകരിച്ച് മറ്റൊരു സുവിശേഷത്തിലേക്കും മറ്റൊരു ക്രിസ്തുവിലേക്കും നയിക്കുമ്പോൾ ദൈവവചനം എന്തു പറയുന്നു എന്ന് നിങ്ങൾ അറിയാതെ പോകരുത്. അവർ പറയുന്ന ആ വ്യാജ സുവിശേഷമല്ല യേശുക്രിസ്തുവിന്റെ സുവിശേഷം. അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ അബ്രഹാമിന്റെ സന്തതിയായ യേശുക്രിസ്തുവിനാണ് ആദ്യമായി ലഭിച്ചത്. യേശുക്രിസ്തുവിന് ലഭിച്ച അനുഗ്രഹങ്ങൾ എന്താണ് എന്ന് നാം ഒന്ന് നോക്കുക. യേശു ജനിക്കുന്നതിന് കുറഞ്ഞ പക്ഷം 700 വർഷമെങ്കിലും മുൻപാണ് യേശു ബേത്ലഹേമിൽ ജനിക്കുമെന്ന് മീഖ പ്രവചിച്ചത്. യേശു കന്യകയുടെ പുത്രനായി ജനിക്കുമെന്ന് യെശയ്യാവ് പ്രവചിച്ചത് ഏകദേശം 700ഓളം വർഷം മുൻപാണ്. അങ്ങനെ യേശു ജനിക്കുന്നതിന് മുൻപ് തന്നെ യേശു എവിടെ ജനിക്കുമെന്നും എങ്ങനെ ജനിക്കുമെന്നും പ്രവാചകന്മാരിലൂടെ കർത്താവ് സംസാരിച്ചിരുന്നു. ഒരുപക്ഷെ യുഗങ്ങൾക്ക് മുമ്പ് തന്നെ യേശു എവിടെ ജനിക്കണമെന്ന് പിതാവായ ദൈവം തീരുമാനിച്ചിരുന്നിരിക്കാം. പക്ഷേ 700 വർഷമെങ്കിലും മുൻപ് അത് നിശ്ചയിച്ചിരുന്നു എന്നതിന് യാതൊരു സംശയവുമില്ലാത്ത വിധത്തിൽ തെളിവുണ്ട്. യെശയ്യാവ് പ്രവചിക്കുന്നു, മീഖ പ്രവചിക്കുന്നു. അങ്ങനെ 700 വർഷം മുൻപേ പദ്ധതി ഇട്ടിട്ടാണ് ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. അനുഗ്രഹിക്കപ്പെട്ടവനായ യേശുക്രിസ്തു അല്പം പോലും ശാപം അവന്റെ മേലില്ല. എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാപിച്ചവനാണ് യേശുക്രിസ്തു. അബ്രഹാമിന് ദൈവം കൊടുത്ത സകല അനുഗ്രഹങ്ങളും യേശുക്രിസ്തു പ്രാപിച്ചത് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനായി യേശു ഭൂമിയിൽ ജനിക്കുകയാണ്. യേശുക്രിസ്തു പുൽക്കൂട്ടി ജനിച്ചു എന്ന് പറയുന്ന ധാരണ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. പുൽക്കൂട്ടിലല്ല യേശു ജനിച്ചത്, ആ വഴിയോരത്തെവിടെയോ ആണ് ജനിച്ചത്. കൊണ്ട കിടത്താൻ നോക്കിയപ്പോൾ ലഭിച്ചത് ഒരു പുൽക്കൂട് മാത്രമാണ്. 700 വർഷമെങ്കിലും മുൻപ് പദ്ധതിയിട്ട് സർവശക്തനായ ദൈവം തന്റെ ഓമനകുമാരനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അവന് പിറക്കാൻ ഒരിടം പോലും ഒരുക്കിയില്ല എന്നത് അത്ഭുതകരമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറിയയും യോസേഫും ഗലീലയിൽ നിന്ന് ബേത്ലഹേമിലേക്ക് പോവുകയാണ്. അവരുടെ യാത്ര എങ്ങനെയായിരുന്നു? അതേ വിശദാംശങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും തുടർന്നുള്ള കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആ യാത്ര അത്ര സുഖകരമായിരുന്നില്ല എന്ന് തന്നെയാണ്. ഒരു 700 വർഷം മുമ്പ് ഞാൻ എന്റെ മകനെ ഒരു സ്ഥലത്തേക്ക് അയക്കാൻ പദ്ധതിയിട്ടാൽ എല്ലാ വിശദാംശങ്ങളും കറക്റ്റായിട്ട് ഒരുക്കിയിരിക്കും. മറിയയും യോസേഫും കൂടെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആ ദേശത്തുള്ള ഒരു പണക്കാരൻ വന്ന് അവരോട് ചോദിക്കും, നിങ്ങൾ എങ്ങോട്ട് പോകുക? ഞങ്ങളെ ബേത്ലഹേമിലേക്ക് പോകുക. പണക്കാരൻ പറയും, ഞാനും അങ്ങോട്ടാ, നിങ്ങൾ വണ്ടിയെ കയറിക്കോ, അവിടെ കൊണ്ടേ ഇറക്കാം. അല്ലെങ്കിൽ ഇവർ ശകലം അങ്ങോട്ട് നടക്കുമ്പോൾ ഒരാൾ വന്ന് ചോദിക്കും, നിങ്ങൾ എങ്ങോട്ടാ? ബേത്ലഹേമിലേക്കാ. എങ്ങനെയാ നടന്നു പോകുന്നത്? ഇതാ എന്റെ തേര് കൊണ്ടുപോയിക്കൊള്ളുക, തേരാളിയെ കൊണ്ടുപോയിക്കൊള്ളുക, ഇഷ്ടം പോലെ ഉപയോഗിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നാ മതി. ഇങ്ങനെയൊക്കെയാണ് ദൈവം ക്രമീകരിക്കുന്നത്. പക്ഷേ ദൈവം അങ്ങനെയൊന്നും ക്രമീകരിച്ചതായി ദൈവജനത്തിൽ നാം കാണുന്നില്ല. ഇനി എങ്ങനെയാലും അവരവിടെ ചെന്നു. 700 വർഷം മുമ്പ് പിതാവായ ദൈവം തന്റെ മകന് വേണ്ടി പദ്ധതി ഒരുക്കിയിട്ട് അവന് കയറിക്കിടക്കാൻ ഒരു വീടൊരുക്കിയില്ല. എന്തിനേറെ പറയുന്നു, അവന് ജനിക്കാൻ ഒരു സ്ഥലം ഒരുക്കിയില്ല. പലപ്പോഴും നമുക്ക് പലതും കിട്ടാതെ വരുമ്പോൾ, ഒരു നേരം പട്ടിണിയായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നാം ബസ്സിൽ കയറാനായി ചെന്നപ്പോൾ ബസ് വിട്ടുപോയി എന്നറിയുമ്പോൾ, അല്ലെങ്കിൽ ബസ്സിൽ വെച്ച് നമ്മുടെ പോക്കറ്റ് അടിച്ച് പണമെല്ലാം പോയി എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് തോറ്റു എന്ന് വരുമ്പോൾ, ലോണിന് അപേക്ഷിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നാം ദൈവത്തെ പഴിച്ചെന്ന് വരാം. പക്ഷേ സ്വന്തം മകനു വേണ്ടി പിതാവായ ദൈവം ഇതൊന്നും ഒരുക്കിയില്ല. നമ്മളെയൊക്കെയും നമ്മുടെ അമ്മ പ്രസവിച്ചു. എവിടെ? ഒന്നെങ്കിൽ ആശുപത്രിയിൽ, അല്ലെങ്കിൽ വീട്ടിൽ. ഏതായാലും മാന്യതയ്ക്ക് ചേരുന്ന രൂപത്തിലായിരുന്നു ആ പ്രസവമൊക്കെ. പക്ഷേ മുഴു ലോകത്തിന്റെയും അധിപനായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ലോകം മുഴുവൻ സൃഷ്ടിച്ചവനായ പിതാവായ ദൈവം തന്റെ മകനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കുക. അവന് മാന്യമായി ഒന്ന് പിറക്കുവാൻ കഴിഞ്ഞില്ല. ആ വഴിയോരത്തെവിടെയോ മാലോകരെല്ലാം അവിടെ പോകുന്ന സമയം വലിയ ജനക്കൂട്ടമുള്ളപ്പോൾ ആ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ഏതോ ഒരു സ്ഥലത്ത് എങ്ങനെയോ അവൻ പിറന്നു വീണു. എത്ര ഹീനമായ രൂപത്തിലാണ് അവൻ ജനിച്ചത്. എന്നാൽ ആ കൊച്ചിനെയും താങ്ങിക്കൊണ്ട് മറിയയും യോസേഫും കൂടെ ചെല്ലുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഒരു വീടെങ്കിലും ക്രമീകരിക്കണ്ടേ? ആരെങ്കിലും ഇവരെ കണ്ടിട്ട് വിളിച്ചിട്ട് വാ, നിങ്ങൾക്ക് വേണ്ടി ഒരു മുറി ഞാൻ ക്രമീകരിച്ചിട്ടുണ്ട്, ദൈവം ഇന്നലെ ദർശനം തന്നായിരുന്നു എന്നും പറഞ്ഞൊരു മുറിയിലേക്ക് കൊണ്ടുപോകണ്ടേ?
ദൈവം ആർക്കും ദർശനം കൊടുത്തില്ല. സ്പെഷ്യലായി ഒന്നും യേശുവിന് വേണ്ടി കരുതിയില്ല. സാധാരണക്കാർക്ക് കിട്ടിയതുപോലും യേശുവിന് കിട്ടിയതുമില്ല. കയറിക്കിടക്കാൻ ഒരു വീടില്ല. പശുവിന് വേണ്ടി പുല്ലുമൊക്കെ സൂക്ഷിക്കുന്നതായി ഒരു ഭാഗത്ത് യേശു പുൽക്കൂട്ടിൽ അവിടെ കിടക്കുകയാണ്. 700 വർഷം മുമ്പ് പദ്ധതിയിട്ട് സ്വന്തം മകനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ പിതാവായ ദൈവം അവന് പിറക്കാൻ ഇടം കണ്ടെത്തിയില്ല. അവന് കയറിക്കിടക്കാനുള്ളതായ വീടും കണ്ടെത്തിയില്ല. ഓർക്കുക, നമ്മുടെയൊക്കെയും രക്ഷിതാവ്, നമ്മുടെയൊക്കെയും മാതൃകയായ കർത്താവായ യേശുവിന്റെ കാര്യമാണ് പറയുന്നത്. മാത്രമല്ല, ജനിച്ചേറെ കഴിയുന്നതിന് മുമ്പേ ഭീഷണി, കൊന്നുകളയുമെന്നുള്ള ഭീഷണി. വേണമെങ്കിലും ദൂതന്മാരെ വിട്ട് കാവൽ നിർത്താമായിരുന്നില്ലേ? ദൈവദൂതൻ വന്നു പറഞ്ഞു, നിങ്ങൾ മിസ്രൈമിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക. പക്ഷേ ദൂതൻ എന്റെ മുമ്പിലാ വന്നെങ്കിൽ ഞാൻ പറഞ്ഞേന്, ഓടാൻ എനിക്ക് മനസ്സില്ല, നീ എങ്ങും പോകണ്ട, അവിടെ നിൽക്ക്, കൊല്ലാൻ വരുന്നവനെ നീ അങ്ങ് കൈകാര്യം ചെയ്താൽ മതിയല്ലോ, ഞാൻ ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് ഓടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഏതായാലും നീ ഇവിടം വരെ വന്നു, അവിടെ അങ്ങ് നിൽക്ക്, ഈ പ്രശ്നം തീരുന്നവരെ കാവലിൽ നിന്നാ പോരായോ എന്ന് ചോദിക്കുമായിരുന്നു. പക്ഷെ ദൈവം ഒരുക്കിയ വഴി അതല്ല. ദൈവം ദൂതനെ അവിടെ കാവൽ നിർത്തിയില്ല. കൊച്ചിനെ എടുത്തോണ്ട് അവർ മിസ്രൈമിലേക്ക് ഓടിപ്പോയി. ഏതാനും വർഷങ്ങൾ അവിടെ താമസിച്ചു. തിരിച്ചു വരുന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനാണ് ഈ വരുന്നതെന്ന് ഓർക്കണം. യഹൂദന്മാരുടെ രാജാവ് എവിടെയാണ് താമസിക്കേണ്ടത്? യഹൂദദേശത്തിന്റെ തലസ്ഥാനമായി യെരുശലേമിലാണ് താമസിക്കേണ്ടത്. രാജകുമാരനായിട്ടാണ് അവൻ വളരേണ്ടത്. അല്ലെങ്കിൽ പോട്ടെ, ദാവീദിന്റെ നഗരമാണല്ലോ ബേത്ലഹേം. യെരുശലേമിൽ നിന്ന് ഏറെ ദൂരെയുമല്ല. അതുകൊണ്ട് ബേത്ലഹേമിൽ പോയി താമസിച്ചാൽ പോരായിരുന്നു? ദാവീദിന്റെ നഗരത്തിൽ താമസിച്ചാൽ പോരായിരുന്നു? അവിടെയുമല്ല താമസിച്ചത്. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് മുഴുലോകത്തെയും ഭരിക്കേണ്ടവനായ നസ്രേനായ യേശുവിന് താമസിക്കുവാൻ വേണ്ടി യെരുശലേമിലോ ബേത്ലഹേമിലോ ദൈവം സ്ഥലമൊരുക്കിയില്ല. ദൈവം ഒരുക്കിയത് എവിടെയാണ്? ഗലീലയിലുള്ളതായ ഒരു ചെറിയ പട്ടണമായ നസ്രേത്തിൽ. നസ്രേത്തിനെ കുറിച്ച് പറഞ്ഞാൽ പഴയ നിയമത്തിൽ അങ്ങനെ ഒരു പേര് പോലുമില്ല. നസ്രേത്തിനെ കുറിച്ച് അന്നുള്ള അഭിപ്രായം എന്താണ്? അതറിയണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 45 മുതൽ 47 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. അവിടെ നഥനയേല് യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ, അവൻ നസ്രേനാണെന്ന് കേട്ടപ്പോൾ, നിഷ്കളങ്കനായ ആ നഥനയേല് ചോദിക്കുകയാണ്, നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? പഴയ നിയമത്തിലെങ്ങും പ്രതിപാദിച്ചിട്ടില്ലാത്ത സ്ഥലമാണ്. അവൻ ബേത്ലഹേംകാരനാണെന്ന് പറഞ്ഞാൽ ദാവീദിന്റെ നഗരമാണെന്ന് പറയാം. അവൻ യെരുശലേംകാരനാണ് എന്ന് പറഞ്ഞാൽ മഹാരാജാവിന്റെ നഗരം അതാണ് എന്ന് പറയാം. അവൻ ബേഥേലിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഭവനത്തിൽ നിന്നാണ് എന്ന് പറയാം. അങ്ങനെ പലതും പറയാനുണ്ട്. പക്ഷെ പഴയ നിയമത്തിൽ പേര് പോലും പറയാത്ത നസ്രയത്തിൽ നിന്നൊരുവൻ വരുന്നു. നിഷ്കളങ്കനായ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവരിൽ യാതൊരു കപടവുമില്ല എന്ന് യേശു തന്നെ പറഞ്ഞതായ ആ നഥനയേലാണ് പറയുന്നത്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ദൈവം സ്വന്തം പുത്രന് താമസിക്കാൻ വേണ്ടി ഒരുക്കിയ സ്ഥലം നന്നായിരിക്കുന്നു. ആ പേര് കേട്ടാൽ ജനങ്ങൾ പരിഹസിക്കും. നമ്മുടെ നാട്ടിലൊക്കെ കോത്താഴം എന്ന് കേട്ടാൽ ജനം പരിഹസിക്കുമല്ലോ. ഓ, അവനൊരു കോത്താഴത്തുകാരനായി എന്ന് പറഞ്ഞാൽ അത് ബഹുമാനമായിട്ട് ആരും സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല. ഏതാണ്ട് ഇതിനോട് സാമ്യമുള്ള ഒരു വാക്കാണ് ആ കാലത്ത് നസ്രായൻ എന്ന് പറഞ്ഞാൽ. കാശിന് കൊള്ളാത്തവൻ, ഒരു നന്മയും വരികയില്ലാത്ത സ്ഥലം. ആ സ്ഥലത്തു നിന്നുള്ളവൻ എന്ന് പറഞ്ഞാൽ ഓ, അവനിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, ഒരു നന്മയും വരാൻ പോകുന്ന സ്ഥലമല്ല എന്ന് നിഷ്കളങ്കര് പോലും പറയുന്നതായ, നിഷ്കളങ്കമായി തന്നെ പറയാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് നസ്രയത്ത് എന്ന് പറയുന്നത്. നസ്രയത്തിലെ ജീവിതം സന്തോഷകരമായിരുന്നു. ആയിരുന്നിരിക്കാൻ സാധ്യതയില്ല. ആദ്യത്തെ 30 വർഷത്തെ കാലത്തെ കുറിച്ച് വളരെ കുറച്ച് മാത്രമേ നമുക്കറിയാവൂ. നസ്രയത്തിൽ യേശു വന്ന് താമസിച്ചതിന് ശേഷം പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിഞ്ഞുകൂടാ. 12 വയസ്സായപ്പോൾ യേശു അമ്മയപ്പന്മാരോടൊപ്പം യെരുശലേം ദേവാലയത്തിൽ പോയ സംഭവം നാം വായിക്കുന്നുണ്ട്. പിന്നീട് 30 വയസ്സുവരെ എന്ത് സംഭവിച്ചു എന്നറിഞ്ഞുകൂടാ. അവൻ മാതാപിതാക്കൾക്ക് കീഴടങ്ങി ജീവിച്ചു എന്ന് മാത്രം ഊഹിക്കാം. യേശുവിന്റെ ഇളയവരായിട്ട് യാക്കോബ്, യോസെ, യൂദാ, ശിമയോൻ എന്നീ സഹോദരന്മാരും 1ലധികം സഹോദരിമാരും ഉണ്ടായിരുന്നു. യേശു യെരുശലേമിലേക്ക് 12 വയസ്സുള്ളപ്പോൾ പോയപ്പോൾ യോസേഫ്